പുറത്തൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ 17 വർഷത്തോളമായി അങ്കണവാടിയിൽ സേവനമനുഷ്ഠിച്ച മല്ലിക ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. കാവിലക്കാട് 51-ാം നമ്പർ അങ്കണവാടിയിൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന മല്ലിക എന്ന അങ്കണവാടി ടീച്ചർ സർവീസിൽ നിന്നും റിട്ടയർഡായി. ഉജ്ജ്വലമായ യാത്രയയപ്പാണ് വെൽഫെയർ കമ്മിറ്റിയും അമ്മമാരും പൂർവ്വ വിദ്യാർത്ഥികളും പ്രദേശത്തെ സൗഹൃദ മാത്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ചേർന്നൊരുക്കിയത്. പ്രസ്തുത പരിപാടിയിൽ അമ്മമാർ ഒരുക്കിയ കേക്ക് മുറിച്ച് ടീച്ചർ തുടങ്ങി. ആശാ വർക്കറും അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി അംഗവുമായ ശാന്ത AK, സൗഹൃദ മാത്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് വിനീത് KT, അമ്മമാരുടെ പ്രതിനിധിയായി റൻഷ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. വെൽഫെയർ കമ്മിറ്റിയുടെ ഉപഹാരം സത്യൻ KP, ശാന്ത AK, ഗീത KT തുടങ്ങിയവർ ചേർന്ന് നൽകി. സൗഹൃദ മാത്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉപഹാരം ക്ലബ്ബ് പ്രസിഡന്റും വെൽഫെയർ കമ്മിറ്റി അംഗവുമായ വിനീത് KT, സൗഹൃദം ലേഡീസ് വിംഗ് അംഗവുമായ പ്രിൻസി, നിഖില തുടങ്ങിയവർ ചേർന്ന് നൽകി. അമ്മമാരുടെ പ്രതിനിധികളും അംഗനവാടി ഹെൽപ്പറുമായ ബീവാത്തുമോളും ടീച്ചർക്ക് ഉപഹാരം നൽകി. യാത്രയയപ്പിന് മല്ലിക ടീച്ചർ നന്ദി അറിയിച്ചു. എനിക്കറിയില്ല, അവിടെ ഇവിടെ ഒരു മുഴക്കം കേൾക്കുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇന്നലെ ഞങ്ങളെ മീറ്റിങ്ങിന് പോയപ്പോഴും ചോദിച്ചതാണ്. ഇന്ന് രാവിലെ ഞാൻ സത്യൻ്റെ അടുത്ത് പോയപ്പോൾ സത്യം പറഞ്ഞ് 3 മണിയാകുമ്പോൾ അവരെല്ലാവരും വരാമെന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ വിവാസങ്ങളോട് പറഞ്ഞ അമ്മമാര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ചേച്ചിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാം. പിന്നെ ഇനി വരാൻ പോണ ടീച്ചർ വലിയ കുഴപ്പമില്ല, ചെറുപ്പാണ്. ചിലപ്പോൾ ഞാൻ കഴിഞ്ഞാലും കൂടുതൽ ചെയ്യാൻ കഴിവുള്ള ആളാണ്. അവൻ്റെ കഴിവിൻ്റെ പരമാവധി തന്നെ ഞാൻ നിങ്ങളെ മുന്നോട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ എനിക്ക് പറ്റണമാതിരി ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ വരുന്ന ആൾക്കാരെങ്കിലും കൂടുതലാവും. അപ്പോൾ നിങ്ങളൊരു ആ ടീച്ചർ എന്നാണ് വെറുതെ പോയി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഓരോരുത്തരും എൻ്റെ താല്പര്യമനുസരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് ഏറ്റവും മാനസിക പ്രയാസം ഉണ്ടാക്കി ചിലപ്പോൾ ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു പ്രവർത്തനം ടീച്ചറെ കൂടെ സഹകരിച്ച് ചെയ്തുകൊണ്ടാവും. ടീച്ചർക്ക് ചിലപ്പോൾ മറക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നല്ലൊരു ട്രെയിനിങ്ങൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഒരു 5 കൊല്ലം മുന്നേ ടീച്ചറും കുട്ടികളും നമ്മളെ ശംസവക്കാൻ്റെ മുറ്റത്തായിരുന്നു. ഒരു ഷെഡ് ഉണ്ടെങ്കിലും കൂടിയിട്ട് കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു സാഹചര്യം അതിന് ഒരു വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടാവും ആ ഒരു കാര്യം. അത് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒരു നല്ല ഇതുപോലത്തെ ഒരു അന്തരീക്ഷം വേണമെന്നുള്ള രീതിയിലാണ് ഞങ്ങളെ ചെയ്തത്. പക്ഷേ അത് ടീച്ചർക്ക് ഒരുപാട് മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ടീച്ചർക്ക് ഞങ്ങൾ മാത്രം എന്തെങ്കിലും ആ പ്രവർത്തിക്കൊണ്ട് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടീച്ചറെ ക്ഷമിക്കണം. അത് ഞങ്ങൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ലേ, കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം ആ ഒരു വാർത്ത വന്നതുകൊണ്ടുകൂടി മാത്രം ഇങ്ങനെ ഒരു ഇത് കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ എവിടെയെങ്കിലും ഒരു ഷെഡ്യൂൾ ഉണ്ടാവും, അംഗൻവാടി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. അത് ചിലപ്പോൾ അതൊരു നിമിത്തം മാത്രം. പക്ഷെ ടീച്ചർ വേറെ ആയിട്ട് ഒന്നും നോക്കാതെ അല്ലെങ്കിൽ എന്താണ് ടീച്ചർക്ക് ഭവിഷ്യത്ത് ഉണ്ടാവും നോക്കാതെ ടീച്ചറുള്ള കാര്യം അന്ന് വാർത്തയിൽ പറഞ്ഞു. അതുകൊണ്ട് ടീച്ചർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഞങ്ങളാണന്ന് ചാനലുകാരൊക്കെ വിളിച്ചിട്ട് ഇതിനൊരു മുൻകൈ എടുത്തത്. എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു ചെറിയ ഷെഡ്, അതും തകര പിന്നിട്ട ഷെഡായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തായിരുന്നു. അപ്പോൾ അതൊരു ടീച്ചറെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ടീച്ചർ അന്നും ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു യൂത്ത് ക്ലബ്ബ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പരമാവധി ഇവിടെ വേണ്ട കാര്യങ്ങൾ
ടീച്ചർ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രവേശനോത്സവമായാലും അവിടെയുള്ളൊരു കൊടിമരം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ടീച്ചറെ സഹായിച്ച് ചെയ്യാൻ പറ്റി. എല്ലാവരും പാത്തുമ്മ ടീച്ചർ പറഞ്ഞപ്പോ എന്താ ഒരു സങ്കടം പോലെ തോന്നി. ഇത്രയും എന്തായാലും നമ്മളെ കുട്ടികളൊക്കെ ഇത്തരത്തിലാണ് ടീച്ചർക്ക് ഒരു ആശ്വാസം.